അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് മലർപൂജയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ കുളിച്ച് പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞ് ഇനി തുണി ചിക്കിടാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ച് വാറാനുണ്ട്. പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ പുറത്തായി, ഗെറ്റ് ഔട്ടായി. അപ്പോൾ പിന്നെ ഈ സമയത്ത് ഞങ്ങൾക്ക് തൊട്ട് കൂട്ടാനൊന്നും കഴിയില്ല. അപ്പോൾ ഞാനിപ്പോൾ വേറെ ഈ റൂമിൽ തന്നെ ഇരിക്കണം. റൂമിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുക, തുണി ഒന്നും തൊടാൻ പറ്റില്ല. ഞാനിട്ടതൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് തിരുമ്പണം. എന്നെ ആരും തൊടാൻ പറ്റില്ല, എൻ്റെ കുട്ടീനെ ആരും തൊടാൻ പറ്റില്ല. ഓണം കുപ്പായ കഴിച്ചിട്ട് എന്നിട്ട് ആണ് വിട്ടാക്കും. പക്ഷെ എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരത്തെ എനിക്ക് ആവശ്യമുള്ള തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ ഇനി കുറച്ച് കഴിഞ്ഞാൽ അമ്മ പായ എടുത്ത് തരും കിടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒക്കെ അതിന് മുന്നേ നോക്കണതിന് മുന്നേ അപ്പോൾ എനിക്ക് പായൊക്കെ എടുത്ത് തന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പെരയുടെ ബാക്ക് സൈഡിൽ വന്നിട്ട് അമ്പലമുണ്ട്. അപ്പം ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. അപ്പൊ അതിന്റെ അമ്പലം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തേക്കൊന്നും കിടക്കാൻ കഴിയൂല, വൃത്തിയിലുണ്ടാവാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഒരു കിടക്ക ഒന്നും തൊടൂല പറഞ്ഞു കഴിഞ്ഞാൽ. അലമാര ഒന്നും തൊടൂല. ഇപ്പൊ ഈ തുണി അടക്കം തൊടൂല. എങ്ങനെയും തൊടാതെ ഇങ്ങനെ നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് തിരുമ്പണം. അപ്പൊ ഈ പായലാണ് കിടക്കുക. അപ്പൊ രാത്രി ഒരു ചോറ് കഴിക്കാനാവുമ്പോ ഒരു ചോറ് കൊണ്ടുവന്ന് തരും. പിന്നെ പണിയൊക്കെ എടുത്തു കൊടുക്കാട്ടെ. പണി എടുക്കുക വെച്ച് കഴിഞ്ഞാൽ തുണി അലക്കി തരാം. അലക്കി തന്നിട്ട് ലാസ്റ്റിൽ വേറെ വെള്ളം മുക്കിയിട്ട്, ഞാൻ തൊട്ട വെള്ളമൊന്നും തൊടാൻ കഴിയില്ല എന്നുള്ളൂ. അപ്പോൾ ആ വെള്ളം വന്നിട്ട് ഒഴിവാക്കിയിട്ട് ഞാൻ ഒഴിവാക്കി തരണം. അപ്പൊ തുണി മുക്കിയിട്ട് ഒരു ചിക്കിയിടും. പിന്നെ പാത്രം തേച്ച് തരാം. അപ്പം ആ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് എടുത്ത് വെക്കും. പിന്നെ വേറെ മുറ്റടിച്ച് വരാം. പിന്നെ വേറെ പ്രത്യേകിച്ച് അടുക്കളത്തെ പണിയൊന്നും എടുക്കാൻ കഴിയില്ല. 2 ദിവസം മാത്രം, only 2 days. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം രാവിലെ നേരത്തെ നീറ്റ് എല്ലാം ഞാൻ തൊട്ടതൊക്കെ എടുത്ത് അലക്കി എന്നിട്ടാണ് പണി തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ തേച്ച് വയ്ക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഋതുക്കിന് ഉറക്കം വന്നിട്ട് ഓൻ കറന്നിട്ട് വന്നതായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഓനെയും കൊണ്ട് ഉറക്കാൻ പോയി. അപ്പൊ നിങ്ങളുടെ അവിടെ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് കമന്റിൽ പറയണം കേട്ടോ.